മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാം. ധാരാളം ഹദീസുകളിലൂടെയായി അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഭക്ഷണം വിശാലമാകാനും ആയുസ് വർദ്ധിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് പറഞ്ഞതായി നമുക്ക് ഹദീസിൽ കാണാം. ഈ കുടുംബബന്ധം ചേർക്കണമെന്ന ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പഴയ കാലത്താണെങ്കിലും പുതിയ കാലത്താണെങ്കിലും കുടുംബ സംഗമങ്ങൾ നടത്തിയിട്ടുള്ളത്. ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും അതിൻ്റെ ഗുണങ്ങളെ ഹൈലൈറ്റ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇന്ന് മാറിയ സാഹചര്യത്തിൽ അത് വാട്സപ്പുകളിലേക്കും ഫേസ്ബുക്കിലേക്കുമൊക്കെയായി ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ട്. സ്വാഭാവികമായും അത് ഉണ്ടാക്കിയ ഒരാളുണ്ടാവും, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളുണ്ടാവും. എപ്പോഴും സംഭവിക്കുന്നത് കുറേ കഴിഞ്ഞ് പ്രശ്നമായതിന് ശേഷം ഇതിൻ്റെ നേതാവ് ആരാണ് എന്ന ചർച്ച ഉണ്ടാക്കലാണ്. അതിന് പകരം ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ അഡ്മിൻ ആരാണ്, ഇതിൻ്റെ ചെയർമാൻ ആരാണ്, ഇതാരാണ് നിയന്ത്രിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പ്രശ്നമായതിന് ശേഷം പിന്നെ ആരെ നേതാവാക്കിയാലും പ്രശ്നമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ പറ്റും, രണ്ടാളുകൾ ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ ഒരാൾ നേതാവും ഒരാൾ അനുയായിയുമായിരിക്കണം. മൂന്നാൾ പോകുമ്പോൾ ഒരാൾ നേതാവും രണ്ടാളുകൾ അനുയായികളുമായിരിക്കണം. അമീർ ആരാണ്? അപ്പോൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആൾ തന്നെ ചിലപ്പോൾ അമീറാവാൻ പറ്റിയ ആളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇല്ലെങ്കിൽ ആദ്യം വേണ്ടത് ഒരു നേതാവിനെ, ഒരു അമീറിനെ, നേതൃത്വം നൽകുന്ന ഒരാളെ കണ്ടുപിടിക്കണം. അയാളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അയാൾ വെക്കുന്ന മാനദണ്ഡങ്ങളും അനുസരിച്ച് ഗ്രൂപ്പ് മുന്നോട്ട് പോവുകയും കൃത്യവിലോപം അല്ലെങ്കിൽ അഡ്മിൻ തയ്യാറാക്കിയിട്ടുള്ള നിബന്ധനകൾക്ക് വിരുദ്ധമായുള്ള ആദ്യത്തെ പ്രവർത്തനം കാണുമ്പോൾ തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഏത് കൂടലുകളാണെങ്കിലും, ഇതിപ്പോൾ വാട്സപ്പിലുള്ള കൂട്ടായ്മയാണെങ്കിലും നേർക്ക് നേരെയുള്ള കുടുംബസംഗമമാണെങ്കിലും കൂടിയാൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. അഭിപ്രായമുള്ളവർക്കൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കും. അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നിടത്താണ് വിജയം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ കുടുംബ കൂട്ടായ്മകൾ വാട്സപ്പിലാണെങ്കിലും അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഗുണത്തെ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ അത് ഒരാൾ നേതൃത്വം നൽകി തുടക്കം മുതലേ കൃത്യമായ നിബന്ധനകളോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ കുറേ മുന്നോട്ട് പോയി പ്രശ്നം ഉണ്ടായി തുടങ്ങിയാൽ എത്രയും പെട്ടെന്ന് ആ ഗ്രൂപ്പ് അവസാനിപ്പിച്ച് മറ്റൊന്ന് തുടങ്ങാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പ്രശ്നമുണ്ടായതിനെ പിന്നീട് തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലൊരു വഖഫും എത്തിയിട്ട്, ഉദാഹരണമായിട്ട് റമദാൻ മാസം വരികയാണ്, തൽക്കാലം നമ്മളെ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് റമദാനിന് ശേഷം പൂർവാധികം ശക്തിയോടുകൂടെ തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമതൊരു അഴിച്ചുപണിയൊക്കെ നടത്തിയിട്ട് ഒരു തിരിച്ചു വരവിനുള്ള തയ്യാറെടുപ്പുണ്ടെങ്കിൽ ഏറെക്കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഏതായാലും പ്രശ്നമുണ്ടെന്ന് കരുതി കൂട്ടായ്മകൾ ഉണ്ടാകരുത് എന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. പ്രശ്നം തീർത്ത് കൂട്ടായ്മകൾ ഉണ്ടാവണം എന്ന ആശയത്തെയാണ് അനുകൂലിക്കുന്നത്. നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതേ നമുക്ക് പറയാൻ നിർവാഹമുള്ളൂ. യഥാർത്ഥത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന താല്പര്യവും സന്തോഷവും ഒരിക്കലും കാണാതിരിക്കുമ്പോൾ ഉണ്ടായില്ല. ഇപ്പോൾ മാറി വന്ന കാലത്ത് അടുത്ത വീട്ടിലേക്ക് കല്യാണം പറയാൻ പോലും പോകലൊഴിവാക്കിയിട്ട് ഫോൺ ചെയ്ത് പറയലാക്കി മാറ്റിയിട്ടുണ്ട്. ഫോൺ ആവശ്യമാണ്, അനിവാര്യതകൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് യഥാർത്ഥത്തിൽ ആ സാധനം. കാണുമ്പോൾ ഒരു സ്നേഹവും സൗഹൃദവും എന്തായാലും കൂടും. പക്ഷേ നമുക്ക് അനിവാര്യതയെ അംഗീകരിച്ചേ പറ്റൂ. മാറിയ സാഹചര്യത്തിൽ നിലവിലുള്ള സംവിധാനം അതാണ്, പ്രത്യേകിച്ച് ലോക്ക്ഡൗണിൻ്റെയും മറ്റും കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഉള്ള സംവിധാനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പക്ഷേ അതിലൊരു കാപഢ്യം ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. പങ്കെടുക്കുകയാണെങ്കിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന അസൗകര്യമുണ്ട് ഞാൻ പങ്കെടുക്കില്ല എന്ന് പറയണം. ഇതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പം എന്താ വെച്ചാൽ ഒരാൾ മരണപ്പെട്ടു, ആ വിവരം അറിയിച്ചാൽ നമ്മളെ എവിടുന്നോ ഒരു ഇന്നാലില്ലായി കടം വാങ്ങിയിട്ട് അടിച്ചെടുത്താണ്ട് ഒരു ഇന്നാലില്ലായി പറയുന്നില്ല. വാസ്തവത്തിൽ പറയുന്നതിൻ്റെ സിമ്പൽ മാത്രമാണ് ഈ അടയാളം. അയാൾ പറഞ്ഞു, ഒരാൾ അസ്സലാം അലൈക്കും എന്ന് സലാം അയക്കുമ്പോൾ അയാൾ അസ്സലാം അലൈക്കും എന്ന് സലാം പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സിമ്പൽ അയക്കുന്നു. മടക്കുന്ന ആൾ വാലൈക്കും അസ്സലാം എന്നുള്ളത് ഇട്ട് കൊടുക്കുമ്പോൾ വാലൈക്കും അസ്സലാം എന്ന് പറയുന്നു. എന്നതുപോലെ ഇന്നാലില്ലാഹി പറഞ്ഞു എന്നതിൻ്റെ സിമ്പലായിട്ട് മാത്രമാണ് ഒരു ചിഹ്നം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതയാൾ പറയേണ്ടതുണ്ട്. യാസീൻ അയാൾ ഇരുന്ന് ഓതേണ്ടതുണ്ട്. ഓതിയതിൻ്റെ സിമ്പൽ അറിയിക്കാൻ വേണ്ടി ഒരു യാസീൻ്റെ ചിഹ്നമോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ആമീൻ പറയണം. ഞാൻ ആമീൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒരു ആമീൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കാം. പക്ഷെ ആമീൻ്റെ ചിഹ്നം ഇട്ട് വെച്ചിട്ട്
അയാൾ പറയേണ്ടതിൽ നിന്ന് ഒഴിവാകുന്നില്ല, അയാൾ എന്തായാലും അത് പറഞ്ഞിരിക്കണം. അപ്പോൾ സാധ്യമാകുന്ന സാഹചര്യം ഉപയോഗപ്പെടുത്തി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, അതിൽ ആത്മാർത്ഥതയോടുകൂടെ പങ്കെടുക്കണം, അല്ലെങ്കിൽ ലീവ് പറഞ്ഞ് ഒഴിവാകണം. ഇസ്ലാമൊക്കെ പറഞ്ഞതുപോലെയുള്ള ആ കാപഢ്യം ഒരിക്കലും ശരിയല്ല എന്നാണ് ഞാൻ വാദിക്കുന്നത്. തീർച്ചയായും ഞാൻ പിന്നെ സുബഹിക്കൊക്കെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു കള്ളിത്തുണിയും ഷർട്ടും ഇട്ടിട്ട് പോകാറുണ്ടായിരുന്നു. അപ്പോൾ വളരെ അടുപ്പമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, പിന്നെ വീട്ടിൽ എങ്ങനെയാവാം, പക്ഷേ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ മാന്യതക്കനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചേ ഇറങ്ങാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആളുകൾ കാണുന്നൊരു സംഭവമായതുകൊണ്ട് ഒരാളുടെ മാന്യതക്കനുസരിച്ചുള്ള വസ്ത്രം അയാൾ ധരിച്ചിരിക്കണം. ചെറിയൊരു കുട്ടി എൻ്റെ മാരത്തെ വലിയൊരു തലയെക്കെട്ടൊന്നും കെട്ടേണ്ട ആവശ്യമില്ല. ഓരോ ആളുകൾക്കുള്ള മാന്യതക്കനുസരിച്ചുള്ള വസ്ത്രം ധരിക്കണം. അപ്പോൾ നമ്മൾ പോകുന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ എയറിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റാളുടെ മുമ്പിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു മുറുവത്ത്, മാനവും മര്യാദയും പാലിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണം. പ്രത്യേകിച്ച് ഈ ക്യാമറയ്ക്ക് മുമ്പിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഒരാളുടെ എന്നെ നിങ്ങൾ എങ്ങനെ കാണാനാണോ ഞാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ട്, ഇഷ്ടപ്പെടേണ്ടത് ആ തരത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുമ്പിലാണെങ്കിലും പ്രത്യക്ഷപ്പെടേണ്ടത്. മറ്റൊരാൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധത്തോടു കൂടെ പെരുമാറണം. പ്രത്യേകിച്ച് ക്യാമറയൊക്കെ വെച്ചിട്ട് ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബാക്കിലൂടെ വേറൊരാൾ നടന്നു പോകുന്നു. മറ്റൊരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ക്യാമറയ്ക്ക് മുമ്പിൽ ഹാജരാകാവൂ എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഞാൻ പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽ അസ്ഹരി തങ്ങളുടെ നാട്ടിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസ്ഹരി തങ്ങൾ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് പലപ്പോഴും പോകാനും സംസാരിക്കാനും ഒക്കെയുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ കുളിക്കും, നല്ല ഇസ്തിരി ചെയ്ത് നല്ല ഡ്രസ്സ് ധരിക്കും, നല്ലൊരു തലപ്പാവ് ധരിച്ച് ഒരു കോട്ട് ഇട്ടിട്ട് കസാലയിലിരിക്കും. എവിടേക്കും പോകാൻ പറ്റില്ല, തങ്ങൾ എവിടേക്കും പോകുന്നില്ല. കിടക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ കിടക്കുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറ്റി കോട്ട് ധരിച്ച് തലപ്പാവ് ധരിച്ച് പൊമ്മുഖത്ത് കസാലയിലിരിക്കും, അങ്ങനെ തന്നെ കിടക്കും. വൈകുന്നേരം അത് മാറ്റി സാധാ ഡ്രസ്സ് എടുത്ത് കിടന്നുറങ്ങും. ഇതൊരു മനുഷ്യൻ്റെ പിന്നെ രീതിയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു രീതി യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടായിത്തീരേണ്ടതുണ്ട്. സ്വകാര്യതയിൽ എന്തുമാവാം എന്നത് ഒഴിവാക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു പുതിയ കൂട്ട് വസ്ത്രമുണ്ടായിരുന്നു എന്ന് മുമ്പൊരിക്കലൊരു എപ്പിസോഡിൽ എവിടെയോ നമ്മൾ പറഞ്ഞു പോയതായി ഓർക്കുന്നുണ്ട്. സ്വകാര്യത ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. ഒരു തമാശ പറയാറുണ്ട്, ഒരു കള്ളൻ്റെ കയ്യിൽ 10,000 രൂപ കൊടുത്താൽ ഞാൻ മൂത്രമൊഴിച്ച് വരാം, ഈ പൈസ ഇവിടെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ കള്ളൻ അത് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. ഇയാൾ മൂത്രമൊഴിച്ച് വന്നിട്ട് ഈ 10,000 തിരിച്ചു കൊടുത്തിട്ട് വേണം അയാൾക്ക് കക്കാൻ പോകാൻ. അതായത് 10,000 രൂപ സൂക്ഷിക്കാനല്ല ഏറ്റവും വലിയ മുത്തഖിയാവേണ്ടത്, 10 പൈസ സൂക്ഷിക്കാനാണ് ഏറ്റവും വലിയ മുത്തഖിയാവേണ്ടത് എന്നതാണ്. ചെറിയ കാര്യങ്ങളിലെ സൂക്ഷ്മതക്കാണ് തഖ്വ കൂടുതൽ ആവശ്യമുള്ളത്. വലിയ കാര്യങ്ങളിൽ എല്ലാവർക്കും സൂക്ഷ്മതയുണ്ടായിരിക്കുമെന്നതാണ്. ചെറിയ കാര്യമാണ്, വെറുതെ ലൈറ്റ് കത്തുന്നു, കണ്ടിട്ടും ഓഫാക്കാതിരിക്കുന്നു, വെറുതെ ടാപ്പിൽ നിന്ന് വെള്ളം പോകുന്നു, കണ്ടിട്ടും അത് പൂട്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെല്ലാം വേറെ ഒരാളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നു, നമ്മുടെ ഉത്തരവാദിത്തമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. വാസ്തവത്തിൽ കണ്ടവൻ്റേതാണ് ആദ്യത്തെ ഉത്തരവാദിത്തം. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് മാറാനൊക്കെ ഉണ്ടെങ്കിൽ മുഅദ്ദിനെ ബാങ്ക് കൊടുക്കുന്ന ആളെ വിളിച്ചുകൊടുന്ന് കാണിച്ചു കൊടുക്കും. വാസ്തവത്തിൽ അത് കണ്ട ആൾക്കാണ് ആദ്യത്തെ ഉത്തരവാദിത്തം ഉള്ളത്. പല്ലിയുടെ കാഷ്ടം കണ്ടാൽ അത് എടുത്തൊഴിവാക്കാനുള്ള ഉത്തരവാദിത്തം ആദ്യം കണ്ട ആൾക്കാണുള്ളത്. വേറെ ആൾ ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും എന്നുള്ളത് ശരിയായിരിക്കാം. അപ്പോൾ ഈ ഉത്തരവാദിത്ത ബോധം വാസ്തവത്തിൽ ഇതിലൊക്കെ വളരെ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആവശ്യമില്ലാതെ ലേറ്റ് ഇട്ടൊക്കലും വെള്ളം തുറന്നിടലും വെള്ളം പാഴാക്കി കളയലും തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ വലിയ സൂക്ഷ്മതയുള്ള ആളായിരുന്നു. ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതകൾ കാണിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ നമ്മൾ മൊത്തത്തിൽ പരിധി നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ സ്ഥാനങ്ങൾ ഉയർത്തപ്പെടുന്നത് ചെറിയ കാര്യത്തിൽ വലിയ സൂക്ഷ്മത പാലിക്കുമ്പോഴാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റേതാണെങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റേതാണെങ്കിലും ജീവചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളിലെ അവരുടെ വലിയ സൂക്ഷ്മതയാണ് പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാം. ഒരാൾക്ക് ലഭ്യമാകേണ്ട സ്ഥാനവും ഒരാൾക്ക് ലഭ്യമാകേണ്ട അംഗീകാരവും ഉണ്ടായില്ലെങ്കിൽ അയാൾ തകർന്നു പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
ഞാൻ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിൽ എനിക്ക് ലഭ്യമാകേണ്ട ഒരു സ്ഥാനമുണ്ട്, അത് ലഭ്യമാകാതിരിക്കുന്നതിനെ ഇൻസൾട്ടിങ് എന്ന് പറയും. ഇൻസൾട്ടിങ് ഒരു സ്ഥലത്തുണ്ടായാൽ അയാൾ മാനസികമായി തകരും. ഈ മാനസികമായ തകർച്ചയാണ് പിന്നീട് അവൻ്റെ ബുദ്ധി പഴയതുപോലെ വർക്ക് ചെയ്യാതിരിക്കാൻ കാരണമാകുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ പ്രായം ചെന്ന ആൾക്ക് പഴയ കാലത്ത് കൽപ്പിച്ച് നൽകിയിരുന്ന സ്ഥാനവും അംഗീകാരവും പുതിയ കാലത്ത് നൽകാതെയായിട്ടുണ്ട്. അതിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാരണം എന്താ വെച്ചാൽ, പുതിയ തലമുറ പഴയ തലമുറയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു വിഷയത്തിൽ, ഒരു കാര്യത്തിൽ ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ നമ്മളൊരു സമീപനം പറയുകയാണെങ്കിൽ, നമ്മളെക്കാൾ മുതിർന്ന ഒരാൾ അവരൊരു 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം ബാക്കിലായിരിക്കും ചിന്തിക്കുന്നത്. ഇപ്പോൾ ഉമ്മ വാപ്പ ആരെടുത്താലും അവരുടെ ഈ പ്രായം വെച്ചാണ് അവർ ചിന്തിക്കുന്നത്. അന്നത്തെ അപേക്ഷിച്ച് ഇന്നത്തേക്ക് കാലഘട്ടത്തിനും സാഹചര്യത്തിനും ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല, നമുക്ക് കഴിയണം. കാരണം പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്നതും പുതിയ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരമുള്ളതും നമുക്കാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിവരം വെച്ചുകൊണ്ട് പെരുമാറണം. അവർ അവരുടെ വിവരം വെച്ചുകൊണ്ടാണ് പെരുമാറുന്നത് എന്ന ബോധം നമുക്കുണ്ടാവുകയും വേണം. വാപ്പ മകൻ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. 20 കൊല്ലം കൊണ്ടുണ്ടായ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റമാണ്. അത് നമുക്ക് അറിയാൻ പറ്റണമെങ്കിൽ ഒരു 20 കൊല്ലം നാട്ടിൽ നിന്ന് വിട്ട് നിന്നിട്ട് തിരിച്ചു വന്ന് നോക്കണം എത്ര കണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നറിയാൻ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവരിപ്പോഴും 20 കൊല്ലം ബാക്കിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഉൾക്കൊള്ളാൻ പുതിയ തലമുറക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തിരുത്താനും അംഗീകരിക്കാനും തയ്യാറാവുന്നവർ തന്നെയാണ് എല്ലാവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവരും ചിന്തിക്കണം എന്ന് വിചാരിക്കുന്നു. സമൂഹത്തെ മൊത്തത്തിൽ മാറ്റാൻ നമുക്ക് കഴിയില്ല, നമുക്ക് മാറാനാണ് കഴിയുക. അതുകൊണ്ട് ഓരോരുത്തരും മാറ്റത്തിന് വേണ്ടി തയ്യാറാവണം. മാറ്റത്തിന് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. സലാംക്കായെ മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നതിന് പകരം സലാംക്കാക്ക് വേണ്ടി മാറാൻ ഞാൻ തയ്യാറാവണം. തിരിച്ച് എനിക്ക് വേണ്ടി മാറാൻ നിങ്ങളും തയ്യാറാണ്. ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി മാറാൻ മക്കൾ മരുമക്കളും, മക്കൾ മരുമക്കൾക്ക് വേണ്ടി മാറാൻ മാതാപിതാക്കളും തയ്യാറാവണം. ഒന്നില്ലാത്തത് കൊണ്ട് മറ്റൊന്നില്ലാതിരിക്കരുത്. ഉമ്മി വാപ്പി മാറണില്ല എന്ന് പിന്നെ നമ്മളും മാറണ്ട എന്ന് തീരുമാനിക്കരുത്. ആരാണോ വിവരമുള്ളവർ അവരാണ് മാറ്റത്തിന് തയ്യാറാവേണ്ടത്. ചെയ്യലും ബോധ്യപ്പെടുത്തലും രണ്ടാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ചെയ്യുന്നത് മാതാപിതാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് രണ്ടാമത്തെ ഒരു വിഷയമാണ്. ബോധ്യപ്പെടണമെങ്കിൽ പറഞ്ഞത് ചെയ്യണം. ഞാൻ നാടൻ ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ല ഡോക്ടർ വേറെ ഉണ്ടായിരിക്കും. പക്ഷെ ബോധ്യപ്പെടുത്തൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ കൊണ്ടുപോയി കാണിക്കുന്നിടത്താണ്. വേറെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ടല്ല, അത് അവിടെ കൊണ്ടുപോയി കാണിച്ച് നമുക്ക് വേറെ ആരെങ്കിലും കണ്ടുനോക്കാമെന്ന് പറയുകയാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം. ഈ ബോധ്യപ്പെടുത്തുന്നിടത്ത് പലപ്പോഴും മക്കൾ മരുമക്കൾ പരാജയപ്പെടുന്നുണ്ട്. ചെയ്യാതിരിക്കലല്ല വാസ്തവത്തിലുള്ളത്, ബോധ്യപ്പെടുത്താൻ കഴിയാതിരിക്കലാണ്. വേണമെങ്കിൽ ബോധിച്ചാൽ മതി, അതിനൊന്നും ഇപ്പോൾ ആവില്ല എന്ന് തീരുമാനം, അതാണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുപോരാ, ഒരു കാര്യം ചെയ്താൽ പോരാ, ബോധ്യപ്പെടുത്തൽ വളരെ പ്രധാനമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചാൽ പോരാ, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് ബോധ്യപ്പെടുത്തണം. ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചാൽ പോരാ, ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാൽ പോരാ, സ്നേഹമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം. മാതാപിതാക്കൾ അങ്ങോട്ടും മാതാപിതാക്കൾ ഇങ്ങോട്ടും സ്നേഹിച്ചാൽ പോരാ, ബോധ്യപ്പെടുത്താൻ കഴിയണം. മനുഷ്യൻ്റെ നേച്ചർ യാത്രയെ ഇഷ്ടപ്പെടുന്ന നേച്ചറാണ്. നമ്മൾ കുട്ടികളിൽ നോക്കിയാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ കുട്ടികൾ പോകാൻ വേണ്ടി കരയുന്നു. എങ്ങോട്ട് പോകാനാ? എവിടേക്കായാലും വേണ്ടില്ല, പോകാനാണ്. യാത്രയെ ഇഷ്ടപ്പെടും. ലോക്ക്ഡൗൺ ആയിട്ട് കുറേ ദിവസം വീട്ടിൽ തന്നെ ഇരുന്നപ്പോൾ നമുക്ക് ഏകദേശം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യാത്ര എന്താണെന്ന്. മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കുന്നതാണ് യാത്ര. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, സാഫിറു വത്തസിഹു, നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരായി തീരുക എന്ന്. അപ്പോൾ യാത്ര വലിയൊരു ആരോഗ്യം പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. ഒന്നുമല്ല, ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് വാഹനത്തിൽ കയറ്റിയിട്ട് ഒന്നിങ്ങനെ ചുറ്റിക്കറങ്ങി അങ്ങാടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് കൊണ്ടുവരിക എന്നുള്ളത് പ്രായമായ മാതാപിതാക്കളോട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ രോഗികളായി വീട്ടിലിരിക്കുന്നവരോട് ചെയ്യുന്ന വലിയൊരു നന്ദിയാണ്, ഒരു കടപ്പാടാണ്. യാത്രയെ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. എത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും
യാത്ര ഇഷ്ടമാണ്. ഒന്ന് പുറത്തു പോയി വന്നാൽ കിട്ടുന്ന ഒരു എനർജി അത് വളരെ പ്രധാനവുമാണ്. അതുകൊണ്ട് പ്രായമായ ആളുകൾ, രോഗത്തിൽ കിടക്കുന്ന ആളുകളോ വീട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായും ഇടയ്ക്കൊക്കെ അവരൊന്ന് പുറത്ത് കൊണ്ടുപോയി നാട് കാണിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം വീട്ടിലെ മറ്റുള്ള അംഗങ്ങളിൽ നിന്നുണ്ടാവേണ്ടതുണ്ട്. ഭക്ഷണം ചുരുക്കിയവരിൽ നിന്ന് മാത്രമേ വലിയ ചിന്തകൾ വന്നിട്ടുള്ളൂ എന്നാണ്. ഇപ്പോൾ നമ്മൾ വലിയ വലിയ ചിന്തകൾ വന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ ഇമാം, മാലിക് ഇമാം, അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ തീറ്റപ്പണ്ടാരങ്ങളിൽ നിന്ന് വലിയ വലിയ ചിന്തകൾ ഒന്നും ലോകത്തിന് കിട്ടിയിട്ടില്ല. ഒലങ്ങനെ തിന്നു കുടിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നേ ഉള്ളൂ. വയറ് കാലിയായവരിൽ നിന്ന് മാത്രമേ ലോകത്തിന് എന്തെങ്കിലും സംഭാവനകളും സന്ദേശങ്ങളും ലഭിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭക്ഷണം ചുരുക്കുക, ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുക, അതുപോലെ സുന്നത്തുകൾ ധാരാളമാക്കുക. ഇങ്ങനെയുള്ള 8 കാര്യങ്ങളിൽ എല്ലാവരും സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമ്മൾ വിചാരിച്ചാൽ നബിയാകുക എന്നുള്ളതിൻ്റെ താഴെയുള്ള ഏതും അധ്വാനിച്ചാൽ നേടാം. വലിയാകാം, സ്വാലിഹാകാം, ആബിദാകാം, ആലിമാകാം. നബി ആവാൻ കഴിയൂല. അത് അള്ളാഹുവിൻ്റെ ഇസ്തിഫാ ആണ്. അപേക്ഷ കൊടുത്താൽ കിട്ടൂല. ഒരാൾ 1000 റക്അത്ത് നിസ്കരിച്ചാൽ നബിയാകാൻ പറ്റൂല. അത് ഒരിക്കലും നടക്കൂല. അതിൻ്റെ താഴെയുള്ള ഏത് ദറജയും നമുക്ക് അധ്വാനിച്ചാൽ നേടാൻ പറ്റും. വറകട്ടേറിൻ്റെ മകന് വലിയാകാം എന്നതിൻ്റെ തെളിവാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മൂപ്പരെ മോശാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാണെങ്കിൽ അങ്ങനെ പറയണം, അതുകൊണ്ട് പറഞ്ഞതാ. മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ വാപ്പ അബൂ സാലിഹ് കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവന്ന് അത് വിൽപ്പന നടത്തി റൊട്ടി വാങ്ങിക്കഴിച്ച് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു അബൂ സാലിഹ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അറബി മുൻഷിൻ്റെ മകന് വലിയാകാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് അത്തിപ്പറ്റ ഉസ്താദ്. അതുകൊണ്ട് ആർക്കും നേരാകാൻ പറ്റും. വാപ്പ ഖുറൈശിയാകേണ്ട ആവശ്യമൊന്നുമില്ല. മകന് മൗലിയരാവാൻ, ആലിമാകാൻ, ആബിദാകാൻ, സ്വാലിഹാവാൻ, വലിയാകാൻ, ദുആക്ക് ഇജാബത്തുള്ളവനാവാൻ, ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എന്നത് മനസ്സിലാക്കുക. അധ്വാനിച്ചാൽ നേരാൻ കഴിയാത്ത ഒരു കാര്യമില്ല. നന്നായി അധ്വാനിക്കുക. അധ്വാനിക്കാൻ തയ്യാറുള്ളവൻ, ജുഹുദ് പരിശ്രമം ചെയ്യാൻ തയ്യാറുള്ളവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ കാര്യത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരും നല്ല ചിന്തയുള്ളവരുമായി തീരണം. ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകി എന്നുള്ളത് അള്ളാഹ് നമ്മളോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാരുണ്യമാണ്. എല്ലാവർക്കും ആ ഭാഗ്യം കൊടുത്തോണമെന്നില്ല. ഒരു മനുഷ്യനെ അള്ളാഹു അവൻ്റെ ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചു എന്നത് അവനെ അല്ലാഹു തആല ഖൈറിനെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഖൈറിനെ ഉദ്ദേശിച്ച ഒരാൾ ഇന്നെക്കൊണ്ട് ഇപ്പം അങ്ങനെ ഖൈറൊന്നും വിചാരിക്കേണ്ട, ഞാൻ പോവുകയാണ് പറഞ്ഞാണ്ട് പോകരുത്. നല്ലത് കേടെന്നാൽ ഏറ്റവും മോശമാവും. നാട്ടിൽ കല്യാണമുള്ള സമയത്ത് പള്ളിൻ്റെ മൂത്രപ്പരയിൽ ചെന്ന് നോക്കിയാൽ ദുർഗന്ധത്തിൻ്റെ റേഞ്ച് ഒന്നുകൂടി കൂടും. കാരണം എന്താ വെച്ചാൽ ബിരിയാണി കേടുന്നതാണ്. അതുകൊണ്ടാണ് ആ പ്രശ്നം. നല്ല കേടെന്നാൽ വളരെ മോശമായി. അപ്പോൾ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ എല്ലാ കേസിലും ബർക്കത്തിനൊന്ന് മാപ്പിള ഉണ്ടാവുമല്ലോ. കള്ളുടിച്ചതാണെങ്കിലും വ്യഭിചരിച്ചതാണെങ്കിലും പെണ്ണുണ്ടായതാണെങ്കിലും മയക്കുമരുന്ന് വിറ്റതാണെങ്കിലും ഒക്കെ അങ്ങനെ പേപ്പറിലെടുത്തിട്ട് ഇങ്ങനെ പേര് നോക്കിയാൽ കണ്ണീരട്ടാതിരിക്കാൻ ഒന്ന് പിന്നെ അറബിയിലുള്ള പേരുണ്ടാവും. അതിൻ്റെയൊക്കെ പിന്നിലെ ചരിത്രം നോക്കിയാൽ യത്തീംഖാനെന്ന് ചാടിപ്പോയത്, ബോർഡിങ്ങിൽ നിന്ന് ചാടിയത്, ദർസിൽ നിന്ന് ചാടിയത്, അങ്ങനത്തെ സാധനങ്ങളേക്കാരം. അത് നല്ലത് കേടെന്നാൽ പറ്റ മോശമായി. നല്ല കേടെന്ന. അപ്പോൾ ഏതായാലും ഇതിൽ ഇറങ്ങിയൊരു ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്തിരിയാൻ പാടില്ല. വക്കുവെത്തിയിട്ടേ നിർത്താൻ പറ്റുള്ളൂ. വക്കുവെത്തിയിട്ടേ നിർത്താൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു വക്കുവെത്തിയിട്ട് അതൊരു ഓരോ വിഷയങ്ങൾക്കും ഓരോ പരിസമാപ്തി ഉണ്ടെന്നാണ്. അപ്പോൾ ആ സമാപ്തിയിലെത്തിയതിന് ശേഷം നിൽക്കാവൂ. വൈക്കന്ന് ഇറങ്ങിപ്പോയാൽ അത് വലിയൊരു കുരുത്തക്കേടാവും. അതുകൊണ്ട് ആരും വൈക്കത്തിന് ഇറങ്ങുകയോ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത്. ഇലാഹിയായ ഒരു വഴിയിലാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇലാഹിയായ ഈ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. കുരുത്തുള്ള എല്ലാ സാധനങ്ങൾക്കും കുരുത്തക്കേടുണ്ടാവും. അതുകൊണ്ട് ഏറ്റവും വലിയതിൻ്റെ കുരുത്തക്കേട് വാങ്ങിയാൽ ഏറ്റവും വലിയ കുരുത്തം കെട്ടവനാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വഴിയിൽ തന്നെ എല്ലാവരും ഉറച്ചു നിൽക്കണം. സുന്നത്തായ അമലുകൾക്ക് പ്രാധാന്യം നൽകണം. ഏത് വിഷയത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. ബുദ്ധി വികസിക്കാനും നന്നായി ഇൽമ പഠിക്കാനും 6 സമയം പല്ലേക്കണമെന്ന് മുൻഗാമികളായ ഉസ്താദുമാർ പറയാറുണ്ട്. 6 സമയം പല്ലേക്കണമെന്ന 5 നിസ്കാരത്തിൻ്റെ ഒപ്പം തേക്കണം, രാത്രി കടന്നുറങ്ങണ സമയത്തും തേക്കണം.
6 സമയം പല്ല് തേച്ചാൽ നന്നായി ഇൽമ പഠിയും, നല്ലോണം ബുദ്ധി വികസിക്കും, പല്ലും ബുദ്ധിയും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നാണ് മുൻഗാമികളായ ഗുരുനാഥന്മാർ ഉസ്താദന്മാർ പറഞ്ഞു തരാറുള്ളത്. മുത്തല്ലിമീങ്ങൾ എപ്പോഴും ഒതുണ്ടാക്കാൻ പോകുമ്പോൾ ബ്രഷേറ്റാണ് പോവല്. അങ്ങനെ ഒന്ന് പല്ലേച്ചതിൻ്റെ ശേഷമാണ് ഒതുണ്ടാക്കൽ. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സൂക്ഷിക്കാം. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നന്നായി കയ്യും കാലൊക്കെ ഒന്ന് തേച്ചേക്ക് ഒരു ഒതൊക്കെ ഉണ്ടാക്കിയിട്ട് വിരിപ്പ് നന്നായി വിരിച്ചതിന് ശേഷം ദിക്റും ദുആയൊക്കെ പതിവിനനുസരിച്ച് ചുരുങ്ങിയ നിലയിലെങ്കിലും ചൊല്ലിയിട്ട് അതിൽ കടന്ന് സുഖമായി ഉറങ്ങി രാത്രി നേരത്തെ എഴുന്നേറ്റ് സുബീൻ്റെ ശേഷം കിതാബുമ്മ തല വെച്ചിട്ടും ഉറങ്ങരുത്, വെക്കാതെ ഉറങ്ങരുത്, ഉറങ്ങാതിരിക്കുക. ഉറക്കം വരികയാണെങ്കിൽ നീച്ച് നടക്കുക. സുബീൻ്റെ ശേഷം ഉറങ്ങണവൻ്റെ ചെവിയിൽ ശൈത്താൻ പാത്തുന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ നിയന്ത്രണം പിശാചി ഏറ്റെടുക്കുമെന്നാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത വേണം. ഓനാണ് ദറജുള്ള ആൾ എന്ന് പറയണത്. വലിയ വലിയ കാര്യം നമ്മളെല്ലാവരും സൂക്ഷിക്കും. 10,000 രൂപ പാത്തക്കാൻ കള്ളൻ്റെ അടുത്ത് കൊടുത്താലും ഓൻ അതിങ്ങനെ കൈ പിടിച്ചുകാണ്ട് നിൽക്കും. ഒരാൾ മൂത്രയിക്കാൻ പോയപ്പോൾ ഒരു കള്ളൻ്റെ അടുത്ത് ഒരു 10,000ൻ്റെ കെട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുവിടെ പിടിക്ക്, ഞാനൊന്ന് മൂത്രയിച്ചുകാണ്ട് വരാറിഞ്ഞാൽ അതും കൈ പിടിച്ചുകാണ്ട് ബേജാറായിട്ട് നിൽക്കും. ആ ചെങ്ങായി മൂത്രയിച്ച് വന്നിട്ട് ഇതാണ് കൊടുത്തിട്ട് വേണം എനിക്ക് കക്കാൻ പോകാൻ എന്നാണ് അവൻ്റെ തീരുമാനം. 10,000 സൂക്ഷിക്കാൻ കള്ളനെ ഏൽപ്പിച്ചാലും നടക്കും. 10 പൈസ സൂക്ഷിക്കാൻ വലിയ മുത്തക്കിയായ മനുഷ്യന് മാത്രമേ സാധ്യമാവുള്ളൂ എന്നതാണ്. ചെറിയ കാര്യത്തിലാണ് വലിയ സൂക്ഷ്മത വേണ്ടത്. വലിയ കാര്യം നമ്മളെല്ലാവരും സൂക്ഷിക്കണവരെന്നെ ഇക്കാരം. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കണം. എപ്പോഴും നമ്മൾ പള്ളിയുമായി ബന്ധപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ പള്ളിയുടെ ആദാബുകൾ പാലിക്കേണ്ടതുണ്ട്. പള്ളിൻ്റെ എല്ലാ ആദാബും പാലിക്കണം. കീറിയ പനിയിട്ടുങ്ങാണ്ട് അവത്ത പള്ളി കൂടി അങ്ങനെ നടത്തരുത്. കീറിയ പനിയിട്ടുങ്ങാണ്ട് കടക്കുമ്പോഴൊക്കെ എന്നിട്ടാൽ അങ്ങനെ ആയിക്കോട്ടെ. അതൊക്കെ നല്ല തുണിങ്കൊപ്പായി എടുത്തുങ്ങാണ്ട് ഇനി കള്ളിത്തുണിയാണെങ്കിൽ തന്നെ നല്ലൊരു കോലുള്ളത് ആഴ്ചക്ക് നാട്ടിൽ പോകുമ്പോൾ ഒന്ന് ഇരിസ്തിരിട്ട് തിരുമ്പി നേരാക്കിയിട്ടൊക്കെ കൊടുന്ന് നല്ലൊരു കള്ളിത്തുണിയും കുപ്പായൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ല കോലത്തിൽ പള്ളീൻ്റെ ഉള്ളിൽ കൂടെ നടക്കണം. അങ്ങനെയൊക്കെയുള്ള അദബ് പാലിക്കുക, ഷിആറുകൾ ഉണ്ടായിരിക്കുക, പള്ളിയോടുള്ള അദബ് പാലിക്കുക. നമ്മൾ അധിക സമയവും പള്ളിയിൽ ചിലവാക്കുന്ന ആൾക്കാരാണ്. പള്ളി കയറുക എന്നതിനേക്കാൾ പ്രധാനമാണ് പള്ളിയുമായി ബന്ധപ്പെടുന്ന അദബുകൾ പാലിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അദബുകളെ പാലിക്കണം. ഇടയ്ക്കൊക്കെ മുക്കറില്ലാത്ത സമയത്തൊന്ന് ബാങ്ക് കൊടുക്കുക. ഈ പിന്നെ ഇലാമിൻ്റെ ബാങ്ക് തമ്മീസില്ലാത്ത തക്ലീഫില്ലാത്ത ആളുകളിൽ നിന്ന് പറ്റൂല എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേ സമയത്ത് പഠിക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുന്നതിന് വിരോധമില്ല. അപ്പോൾ ബാങ്ക് കൊടുക്കൽ ഒരു നല്ല അമലാണ്. ബാങ്ക് കൊടുക്കുന്നവർ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടുമെന്ന് ഹബീബുന റസൂലുള്ളാഹി. ഈ ഹദീസ് ഞങ്ങളോട് എന്തിനാ പറഞ്ഞു വെച്ചാൽ പള്ളിക്കത്തെ മുക്കിറിനെ നല്ലവരും ബഹുമാനിക്കണം എന്ന് പറയാനാണ്. മുക്രിമാനെ നല്ലവരും ബഹുമാനിക്കണം. ഓല അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ തല ഉയരത്തിൽ കാണിച്ചുകൊണ്ട് അടയാളമുള്ള ആൾക്കാരാണ് ഓല്. വലിയ സംഗതിയാണ്. നിസ്കരിച്ചതിനേക്കാൾ പ്രധാനമാണല്ലോ നിസ്കരിച്ചാൽ വിളിക്കാറുള്ളത്. നിസ്കാരത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നിസ്കരിക്കാൻ വിളിക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. 5 നേരം മനുഷ്യന്മാരെ നിസ്കാരെ ഓർമ്മപ്പെടുത്തുന്നു, നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്നു. ഈ ആളാണ് മുഅദ്ദിൻ എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് മുഅദ്ദിനെ ബഹുമാനിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. കമ്മിറ്റിക്കാരെ ബഹുമാനിക്കണം, പ്രസിഡന്റിനെ ബഹുമാനിക്കണം, പ്രായമായവരെ ബഹുമാനിക്കണം. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ ഉമ്മത്തിൽപ്പെട്ടതല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ വലുപ്പും ചെറുപ്പും എങ്ങനെ തീരുമാനിക്കൽ? വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരോട് കാരുണ്യം കാണിക്കണം. ഈ വലുപ്പും ചെറുപ്പും എങ്ങനെ തീരുമാനിക്കാന്നാണ്. പ്രായം കൊണ്ടാണോ, ഇൽമു കൊണ്ടാണോ, സിയാദത്ത് കൊണ്ടാണോ, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടാണോ, അല്ലെങ്കിൽ സ്ഥാനങ്ങൾ കൊണ്ടാണോ, എന്തുകൊണ്ടാണ് വലുപ്പും ചെറുപ്പും തീരുമാനിക്കേണ്ടത്? സത്യത്തിൽ എല്ലാം കൊണ്ടുമാണ്. എല്ലാം കൊണ്ടുള്ള വലുപ്പും എല്ലാം കൊണ്ടുള്ള ചെറുപ്പമാണ്. അത് പറഞ്ഞാൽ മനസ്സിലാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ ബഹുമാനം എന്നതും കാരുണ്യം എന്ന് പറഞ്ഞതും പേര് കൊണ്ട് രണ്ടും അമല് കൊണ്ട് ഒന്നുമാണ്. നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഇരിക്കുന്ന സമയത്ത് ഒരു വയസ്സായ ആൾ നമ്മളെ സദസ്സിക്ക് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾക്ക് ഇരിക്കാൻ സീറ്റൊന്നുമില്ല, എന്നാൽ ഒരു സമത് വയസ്സിൽ നീച്ചിങ്ങാണ്ട് മൂപ്പർക്ക് ഒരു സീറ്റ് കൊടുത്താൽ അതിൻ്റെ പേര് ബഹുമാനം എന്നാണ്. സമത് വയസ്സിൽ അവിടെ അങ്ങനെ കാണാണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ്. നീച്ചിങ്ങാണ്ട് ഒരു സീറ്റ് കൊടുത്താൽ അതിൻ്റെ പേര് ബഹുമാനം എന്നാണ്.
അതേ സമയത്ത് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കടന്നു വന്നപ്പോൾ സീറ്റില്ല. എന്നാൽ സമത് വയസ്സിൽ നീച്ചിങ്ങാണ്ട് സീറ്റ് കൊടുക്കുന്നതിൻ്റെ പേര് കാരുണ്യം എന്നാണ്. രണ്ടും സീറ്റ് കൊടുക്കലാണ്. ബഹുമാനവും കാരുണ്യവും അമല് കൊണ്ട് ഒന്നും, പേര് കൊണ്ട് രണ്ടുമാണ്. രണ്ടും ഒരേ അമലാണ്. അത് വലിയവരോട് ചെയ്താൽ പേര് ബഹുമാനം എന്നായി, ചെറിയവരോട് ചെയ്താൽ പേര് കാരുണ്യം എന്നായി എന്നേ ഉള്ളൂ. അമല് കൊണ്ട് രണ്ടും ഒന്നാണ്. അതുകൊണ്ട് മുതിർന്നവരോടുള്ള അതേ സമീപനമാണ് കുട്ടികളോടും കാണിക്കേണ്ടത്. വയസ്സന്മാരെ ചീത്തറിയാൻ പറ്റൂല, കുട്ടികളെയും ചീത്തറിയാൻ പറ്റൂല. വയസ്സന്മാരെ കളിയാക്കാൻ പാടില്ല, കുട്ടികളെയും കളിയാക്കാൻ പാടില്ല. വയസ്സന്മാരെ ഇരിക്കണോട് നീപ്പിച്ചാൻ പാടില്ല, കുട്ടികൾ ഇരിക്കണോട് നീപ്പിച്ചാൻ പാടില്ല. കുട്ടികളൊക്കെ പോയിടാന്ന് എവിടുക്കോണു? നേരത്തെ വരായിട്ടല്ലേ പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറല്ലാനേ കുട്ടികളൊക്കെ പോയിടാ, ഒക്കെ ബാക്കിലേക്ക് പോയി. നേരം വെക്കി വന്ന് കണ്ടേ. അല്ല, സംഗതി കുട്ടി വേണ്ടത് ബാക്കിൽ ഇരിക്കുന്നതായിരുന്നു. അത് വേറൊരു കാര്യമാണ്. ഈ ബഹുമാനിക്കലും കാരുണ്യം കാണിക്കലും അമലും കൊണ്ട് ഒന്നാണ് എന്ന്. ഇപ്പം എന്തായാലും ഓല നേരത്തെ വന്നതല്ലേ, ഓല അവിടെ ഇരുന്നോട്ടേ എന്ന് തീരുമാനിക്കലാണ് കാരുണ്യം. എന്നാലും ഇപ്പോൾ മൂപ്പര് നേരം വൈകിട്ടാണെങ്കിലും പ്രായമായ ആളല്ലേ, ഞാൻ നീച്ചട്ടെ എന്ന് കുട്ടി തീരുമാനിക്കലാണ് ബഹുമാനം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനം ഉണ്ടായാൽ പ്രശ്നമൊന്നുമില്ല. രണ്ടും അമല് കൊണ്ട് വ്യത്യാസപ്പെടുന്നു എന്നേ ഉള്ളൂ. രണ്ടും അമല് കൊണ്ട് ഒന്നാണ്, പേര് കൊണ്ട് വ്യത്യാസപ്പെടുന്നു എന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരോട് കാരുണ്യം കാണിക്കണം. പല ഹദീസുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പല ഹദീസും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. ഹദീസ് അതിൻ്റെ വഴിക്ക് ഇങ്ങനെ വേറെയും പോകുന്നു, നമ്മളെ വഴിക്ക് ഇങ്ങനെ വേറെയും പോകുന്നു എന്നാണ്. അപ്പോൾ വലിയവരോട് കാരുണ്യം കാണിക്കണം എന്ന് പറഞ്ഞതിൽ എല്ലാം പെടും. സമ്പത്ത് കൊണ്ട് വലുപ്പവും ചെറുപ്പമുള്ളവർ, അതും വലിയവരും ചെറിയവരും തന്നെയാണ്. വാഹനം കൊണ്ട് വലിയതും ചെറുതും. ഒരാൾ മോട്ടോർ സൈക്കിളിലും പോവുകയാണ്, ഒരാൾ കാറിലും പോവുകയാണ്. ഒരാൾ വലിയ ആളും ഒരാൾ ചെറിയ ആളുമാണ്. ജംഗ്ഷനിലെത്തി. മോട്ടോർ സൈക്കിളുകാരൻ വിചാരിക്കണം കാറിൽ വരുന്ന ആൾ വലിയ ആളല്ലേ, മൂപ്പര് ആദ്യം പോയിക്കോട്ടെ. കാറുകാരൻ വിചാരിക്കണം ബൈക്കുമ്മ വരുന്ന ആൾ ചെറിയ ആളല്ലേ, മൂപ്പര് ആദ്യം പോയിക്കോട്ടെ എന്ന്. ഒരു കുഴപ്പമില്ല. നേരെ ഓപ്പോസിറ്റ് ഞാൻ വലിയ ആളാണെന്ന് ഇവനും തോന്നി, ഞാൻ ചെറിയ ആളാണെന്ന് ഞാൻ ആദ്യം പോകണമെന്ന് മറ്റോനും തോന്നി. അതാ പ്രശ്നമായത്. മറ്റോൻ പോയിക്കോട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാറ്റിലും ഉണ്ട് ഈ വലുപ്പം ചെറുപ്പം എന്ന് പറഞ്ഞത്. പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഉമ്മ മോളോട് പറയാണ്, മോളെ പാലിൽ ലേശം വെള്ളം ചേർക്ക്. അപ്പം മോള് പറഞ്ഞു, ഉമ്മ പാലിൽ വെള്ളം ചേർക്കാൻ പറ്റൂല. ഉമ്മ പറഞ്ഞു, അതിന് ആരും കാണില്ലല്ലോ. ഖലീഫ ഉമറൊക്കെ കൂർക്കം വലിച്ചുറങ്ങിക്കാലം ആരും കാണില്ലല്ലോ. അപ്പം മോള് പറഞ്ഞു, ഉമ്മ ആര് കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പേരൻ്റെ പുറത്തുനിന്ന് ഈ വർത്തമാനം കേട്ടു. രാവിലെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ 4ാമത്തെ വളവ് കഴിഞ്ഞിട്ടുള്ള 5ാമത്തെ പേരയിലൊരു പെൺകുട്ടി ഉണ്ട്, ഒന്ന് പോയി കണ്ടിട്ട് വാന്ന് പറഞ്ഞു. മോന് കണ്ട് പറ്റുകയാണെങ്കിൽ എന്നെക്കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പറഞ്ഞു. മോൻ പോയി നോക്കി വന്നു, പറ്റി, നിക്കാഹ് കഴിച്ചു. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് പാലിൽ വെള്ളം ചേർക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പശുവിനെ വളർത്താത്തത്. പാലിൽ മാത്രമല്ലല്ലോ വെള്ളം ചേർക്കാൻ പറ്റാത്തത്, സോപ്പിലും പറ്റൂലല്ലോ. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട്, ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് കയ്യക്കണോടത്ത് പോയോക്കൊണ്ട് സോപ്പിൽ വെള്ളം പറന്ന് വെച്ചിട്ടുണ്ടാവും. പാലിൽ മുളകും പൊടിയിലും ചേർക്കാൻ പറ്റൂലല്ലോ വെള്ളം. കുരുമുളകും പൊടിയിലും പിന്നെ ഇരുമ്പിൻ്റെ കഷ്ണം ചേർക്കാൻ പാടില്ലല്ലോ. ഒന്നിലും പാടില്ലല്ലോ. അത് പാലിന് മാത്രം ബാധകമായ ഹുക്കുമാണോ? എല്ലാറ്റിനും ബാധകമാണല്ലോ. അപ്പം ഹദീസുകളൊക്കെ അതിൻ്റെ വഴിക്ക് വേറി, നമ്മളൊക്കെ നമ്മളെ വഴിക്ക് വേറിയും പോയാൽ പിന്നെ എങ്ങനെ ഉണ്ടാകുക? നമ്മൾ പഠിച്ച ഹദീസ് നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാവണം. കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എന്ന് കണ്ട കാര്യമില്ല. പഠിച്ചത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൂടെയുണ്ടെങ്കിൽ അതൊരു വലിയ ഹൈറാകും, അതൊരു ബർക്കത്താവും. അതുകൊണ്ട് സുന്നത്തായ അമലുകൾ പാലിക്കുക. ഉള്ള ഇൽമു കൊണ്ട് അമൽ ചെയ്യുന്നവരായി മാറിയാൽ അള്ളാഹുവിങ്കിൽ നിന്ന് നാഫിയു ആയ ഇൽമ്, വഹബിയായ ലദുന്യായ ഇൽമ് നമുക്ക് നൽകപ്പെടും. ആലിമീങ്ങൾ ഓരോരുത്തരായി പോകുന്നു എന്നത് ഭൂമിയുടെ ചുരുക്കമാണ് എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ. ഭൂമി അതിൻ്റെ ഭാഗങ്ങളായി ചുരുങ്ങിപ്പോകുന്നതിനെ നിങ്ങൾ കാണുന്നില്ലയോ എന്ന്. ഭൂമി ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ഭൂമി യഥാർത്ഥത്തിൽ ചുരുങ്ങണില്ലല്ലോ. മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഭൂമി കടലെടുത്തു എന്ന് പറയും. കടലെടുത്താലും കടലിലുണ്ടല്ലോ, ചുരുങ്ങിയിട്ടില്ലല്ലോ.
ഭൂമി ചുരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിലവാരം ചുരുങ്ങലാണ്. ഐ മൗത്തുൽ ഉലമാഇ വസ്സുലഹാ, സ്വാലിഹീങ്ങളും ആലിമീങ്ങളും മരണപ്പെട്ടു പോകലാണ്. അതാണ് ഭൂമിയുടെ നിലവാര ചുരുക്കം എന്ന് പറയുന്നത്. ഓരോന്നും പോകുമ്പോൾ അതിനൊത്തതോ അതിനേക്കാൾ മുന്തിയതോ വരുന്നില്ല, അതിൻ്റെ താഴെയുള്ളതേ വരുന്നുള്ളൂ. അതുകൊണ്ട് ആലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, സലാഹിയത്തിൻ്റെ അഹ്ലുകാർ, ദാക്കിരിങ്ങൾ എല്ലാവരും ദീർഘായുസ്സിന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണമെന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകട്ടെ. ഉസ്താദുമാരെയൊക്കെ ആദരിച്ച് ബഹുമാനിച്ച് നല്ല നിലയിൽ ജീവിക്കുന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലിയത്തുള്ള മുത്തഅല്ലിമീങ്ങളും ആലിമീങ്ങളുമാക്കി നമ്മളെ മാറ്റട്ടെ. ഈ ഉമ്മത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന തരത്തിൽ ഖിദ്മത്തെടുക്കാൻ മരണം വരെ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫർറുഖനാ മിൻ ബാദിഹി തഫർറുഖൻ മഅസൂമാ വലാ തജ്അൽ മിന്നാ വലാ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ അല്ലിഫ് ബൈന ഖുലൂബിനാ വഅസ്ലിഹ് ദാത ബൈനിനാ വഹ്ദിനാ സുബുലസ്സലാമി വനജ്ജിനാ മിനദ്ദുലുമാതി ഇലന്നൂർ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഉസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.